ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് എ സിയിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് ലീക്ക് ചെയ്യണതെന്ന് നോക്കി. അപ്പോൾ മുകളിലത്തെ വെള്ളം പോകുന്ന ട്രേ ബ്ലോക്കായിട്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാവുന്നതാണ്. ഞാനൊരു എ സി ടെക്നീഷ്യനൊന്നുമല്ല, എന്നിരുന്നാലും ചെറിയൊരു നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്കിത് ഊരി റിപ്പയർ ചെയ്യാവുന്നതുള്ളൂ വീട്ടിൽ തന്നെ. ഞാനിത് ആദ്യമായിട്ടല്ല എ സി ഇങ്ങനെ ഊരി സർവീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി ഇങ്ങനെ ബ്ലോക്കായിട്ട് ഞാനിങ്ങനെ റിപ്പയർ ചെയ്യാറുണ്ട്. ആ കാരണം ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. സർവീസിന് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബഹ്റിലാണ് താമസിക്കുന്നത്. ഏകദേശം ഒരു 5 BD 6 BD ഇവിടെ ചിലവ് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ ഊരി നമുക്ക് സർവീസ് ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ ഈ കാണുന്നത് എ സിയുടെ സ്പ്ലിറ്റ് എ സിയാണിത്. സ്പ്ലിറ്റ് എ സിയുടെ ഓസിലേഷൻ ലീഫാണ്. ഇതാണ് നമുക്ക് ഊരിയെടുക്കേണ്ടത്. ഇതൊന്ന് വളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് സ്ക്രൂകളുണ്ട്. ഇവിടെ 1, 2, 3 സ്ക്രൂ മുകളിലും ഇതിൻ്റെ അടിയിൽ അടിയിലായിട്ട് ഇതേപോലെ തന്നെ 3 സ്ക്രൂ തന്നെ ഉണ്ട്. ആ 3 സ്ക്രൂ നമുക്കൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഈ 3 സ്ക്രൂകളും ടോട്ടൽ 6 സ്ക്രൂ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കവറ് നമുക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഈ കാണുന്ന ഒരു ഫ്രെയിമാണ്. അത് മൊത്തമായിട്ടും നമുക്ക് ഊരിയെടുത്ത്, ഇതാണ് ആ ഫ്രെയിം, ഞാൻ ഊരിയെടുത്തിട്ടുള്ള ആ ഫ്രെയിം. അങ്ങനെ ഫ്രെയിം റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ട്രേയുടെ അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇവാപ്പറേറ്ററും നന്നായിട്ട് പൊടി പിടിച്ചും ചെളി പിടിച്ചും കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. എ സിയുടെ ഇവാപ്പറേറ്റർ നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് വെച്ച് നമുക്ക് ആ ഇവാപ്പറേറ്റർ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിലത്തെ പൊടിയും ചെളിയും നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ കാണുന്നതാണ് ഇതിലത്തെ വെള്ളം പുറത്തേക്ക് പോകുന്ന ട്യൂബ്. ഈ ട്യൂബാണ് ബ്ലോക്കായിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഇതിൻ്റെ ട്രയർ അവിടെ നിന്നായിരുന്നു വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് വന്നിരുന്നത്. ഇതിലത്തെ ട്രേ ആണ് ഈ കാണുന്നത്. ഈ ട്രേയിൽ നിറച്ച് പൊടിയും ചെളിയും വന്ന് അടിഞ്ഞുകൂടി ഇതിലേക്ക് പോകുന്ന ബ്ലോക്കായിട്ടിരിക്കുകയായിരുന്നു. ഞാനതൊരു ചെറിയൊരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സ്റ്റിക്ക് വെച്ച് അത് റിമൂവ് ചെയ്തു. പിന്നെ ഇതെങ്ങനെ നമുക്ക് ആ ട്യൂബ് റിമൂവ് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എ സിയിൽ 2 ക്ലിപ്പുകളുണ്ട്. ക്ലിപ്പുകൾ ഊരിയെടുത്തതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ ഈ ട്യൂബ് നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. 2 കൈ ഉപയോഗിച്ചാണെങ്കിൽ നമുക്കൊന്നത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ ട്യൂബിൻ്റെ ടിപ്പിലായിരുന്നു പൊടി വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലിപ്പ് നമുക്ക് ഇതേപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധം ട്രേ ഒക്കെ ക്ലീൻ ചെയ്ത് ഇനി നമ്മുടെ ഈ ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ ഫ്രെയിം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഈ ഫ്രെയിം ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്ത് സ്ക്രൂ എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യണം. എല്ലാ സ്ക്രൂകളും ടൈറ്റ് ചെയ്ത് വെച്ച് നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്, എ സിയുടെ ഫിൽറ്റർ വരുന്നുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്ത് അതേപടി നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ
ഇപ്പം ഞാൻ ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ അതിൻ്റെ കവർമലാണ് വരുന്നത്. അത് ഞാൻ അതിനെ സെക്യൂറായിട്ട് ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ AC-യുടെ ഇതേപോലെ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അവസാനം AC-യുടെ ഓസിലേഷൻ ലീഫ് ഫിറ്റ് ചെയ്ത് നമുക്ക് പഴയ പോലെ AC ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.